ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 4. സർവയോനിഷു കൗന്ദേയ മൂർത്തയഃ സംഭവന്തി യാഃ താസാം ബ്രഹ്മമഹദ്യോനിരഹം ബീജപ്രദഃ പിതാ. വിവർത്തനം. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയെന്ന് അറിയണം. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദിപിതാവെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ പ്രകൃതികളുടെ സംയോഗമാണ് ജീവസത്തകൾ. അങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല, ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിൽ പോലും ജീവികളുണ്ട്. എല്ലായിടത്തും ജീവസത്തകളുണ്ട്. പ്രകൃതി മാതാവിൻ്റെ ശക്തിയുടെയും കൃഷ്ണൻ്റെ ബീജാവാപ പ്രക്രിയയുടെയും ഫലങ്ങളാണ് ഈ ആവിർഭാവങ്ങൾ മുഴുവനും. സൃഷ്ടിയുടെ ആരംഭത്തിൽ പൂർവകർമാനുസൃതമായി ഭിന്നരൂപങ്ങളിൽ പിറവിയെടുക്കുന്ന ജീവസത്തകളാൽ പൂരിതമാണ് ഭൗതികലോകം എന്നു സാരം. ശ്ലോകം 5. സത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. വിവർത്തനം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി: സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. ഭാവാർത്ഥം: അഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണമിതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.